നമസ്കാരം. ഞാൻ സിത്താര ശ്രീധരൻ. ബഹ്റിനിലെ അൽ ഹിലാൽ ഹോസ്പിറ്റലിൽ ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റായി ജോലി ചെയ്യുന്നു. കഴിഞ്ഞ 12 വർഷങ്ങളായി ത്വക്ക് രോഗ വിദഗ്ധയായിട്ടുള്ള പ്രവർത്തന പരിചയമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആൻറ്റി ഏജിംഗ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് അഥവാ പ്രായം കാരണം ചർമ്മത്തിൽ വരുന്ന വ്യതിയാനങ്ങൾക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ചികിത്സാ രീതികളെക്കുറിച്ചാണ്. ഇതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപേ എന്തുകൊണ്ടൊക്കെ ചർമ്മത്തിൽ പ്രായം മൂലമുള്ള വ്യതിയാനങ്ങൾ വരാം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് പ്രധാനമായും ആന്തരികമായും ബാഹികവുമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ആന്തരികമായ കാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജനിതകമായിട്ടുള്ളത്. നമ്മളുടെ വംശവും എത്നിസിറ്റിയും, നമ്മൾ ജനിക്കുന്ന വംശം, നമ്മൾ ജനിക്കുന്ന റീജിയൻ അനുസരിച്ച് നമ്മൾക്ക് ചില ജനിതകമായ ഘടനകളുണ്ട്. ഇതനുസരിച്ച് ചില എത്നിസിറ്റിയിലുള്ള ആളുകൾ വളരെ പെട്ടെന്ന് ഏജ് ചെയ്യുകയും മറ്റ് ചില എത്നിസിറ്റിയുള്ള ആളുകൾ കുറച്ച് താമസിച്ച് ഏജ് ചെയ്യുന്നതും കാണുന്നുണ്ട്. അതുപോലെയുള്ള മറ്റ് ആന്തരികമായ കാരണങ്ങളാണ് ഹോർമോൺ വ്യതിയാനങ്ങൾ, മറ്റ് അസുഖങ്ങൾ മൂലമുള്ള ചേഞ്ചുകൾ എന്നിവ. ഈ ആന്തരികമായ കാരണങ്ങളിൽ നമുക്ക് ഒരുപാട് വ്യതിയാനങ്ങൾ വരുത്താൻ സാധിക്കില്ല. ഇനി ബാഹികമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൂര്യാഘാതം അഥവാ സൂര്യരശ്മികൾ മൂലമുള്ള വ്യതിയാനങ്ങൾ. അതിന് സോളാർ ഏജിംഗ് എന്ന് പറയും. സൂര്യരശ്മിയിൽ അടങ്ങിയിട്ടുള്ള UVA രശ്മികളാണ് പ്രധാനമായും ഇതിന് കാരണമായിട്ടുള്ളത്. മറ്റ് ബാഹികമായ കാരണങ്ങളാണ് ഡയറ്റ്, നമ്മുടെ ആഹാര ക്രമീകരണത്തിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ കാരണം ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസസ്. മറ്റൊരു കാരണമാണ് സ്ട്രെസ്, മാനസികമായിട്ടുള്ള സമ്മർദ്ദം മൂലം വരുന്ന വ്യത്യാസങ്ങൾ. പലപ്പോഴും ബാഹികമായിട്ടുള്ള ഈ കാരണങ്ങളിൽ നമുക്ക് ഒരു പരിധിവരെ ഇവയെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി വിശദമായി എന്തെല്ലാമാണ് ആൻറ്റി ഏജിംഗ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് എന്ന് നോക്കാം. ചർമ്മത്തെ നമുക്ക് 3-4 ലെയറുകളായിട്ട് തിരിക്കാം. ഏറ്റവും പുറമേയുള്ള പാളിയാണ് എപ്പിഡെർമിസ്. അതിൻ്റെ തൊട്ട് താഴെ ഡെർമിസ് എന്നൊരു പാളിയുണ്ട്. അതിൻ്റെ താഴെ കൊഴുപ്പിൻ്റെ ഒരു ലെയറാണ്. അതിൻ്റെയും താഴെയാണ് സ്കിന്നിലുള്ള മസിൽസ്, സൂപ്പർഫിഷ്യലായിട്ടുള്ള മസിലുകൾ വരുന്നത്. ഇവയെല്ലാം നമ്മുടെ മുഖത്തിലുള്ള ബോണി സ്ട്രക്ചർ അഥവാ എല്ലിൻ്റെ ഒരു ചട്ടക്കൂടിന് പുറമെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഓരോ ലെയറിലും വരുന്ന വ്യതിയാനങ്ങൾ കാരണം ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ മുഖത്ത് കാണാവുന്നതാണ്. ഏറ്റവും പുറമെ എടുക്കുകയാണെങ്കിൽ എപ്പിഡെർമിസ് എന്ന് പറയുന്ന ആ കോശങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള ആ ആവരണത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ കാരണം കറുത്ത പാടുകളും ചുളിവുകളും വരാം. എപ്പിഡെർമിസിന് താഴെയുള്ള ഡെർമിസിലാണ് കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഘടകങ്ങളുള്ളത്. അവയുടെ അളവിലും അവയുടെ നിരയിലും വരുന്ന വ്യത്യാസം കാരണം വ്യത്യാസങ്ങൾ വരാം. അതിന് താഴെയുള്ള കൊഴുപ്പിൻ്റെ കോശങ്ങൾ അവ സ്ഥാനം മാറുന്നതും അവയുടെ വലിപ്പത്തിലും അളവിലും വരുന്ന വ്യതിയാനങ്ങൾ കാരണം വ്യത്യാസം വരാം. മസിലുകളുടെ പ്രവർത്തനം കൂടുന്നത് കാരണവും മസിലുകൾ അയയുന്നത് കാരണവും വ്യത്യാസം വരാം. അതുപോലെ തന്നെ ഏറ്റവും അടിയിലുള്ള ഒരു ഫ്രെയിം വർക്കായിട്ട് പ്രവർത്തിക്കുന്ന ഈ അസ്ഥികൂടത്തിൻ്റെ ആ ഒരു വ്യത്യാസങ്ങൾ, പ്രായമാകുമ്പോൾ സംഭവിക്കുന്ന റിസോപ്ഷൻ അഥവാ അത് ലോപിച്ചു വരുന്നത് കാരണമുള്ള വ്യത്യാസങ്ങൾ കാരണവും മുഖത്ത് പ്രായത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചികിത്സയും ഇതുപോലെ ഓരോ ലെയർ അനുസരിച്ച് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നനുസരിച്ച് വേണം നമ്മൾ നിർണ്ണയിക്കാൻ. ഇതിലേറ്റവും കോമൺ ആയിട്ടും വളരെ ഫലപ്രദമായിട്ടും ചെയ്യാവുന്ന ചില ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്കിപ്പോൾ പരിശോധിക്കാം. ഞാൻ പറഞ്ഞു സ്കിന്നിൻ്റെ പുറമേ കാണുന്ന ചുളിവുകൾ. മുഖത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുഖത്തിൻ്റെ സ്കിന്നിനോട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടാണ് മുഖത്തെ മസിലുകളുള്ളത് അഥവാ മാംസപേശികൾ വളരെ സൂപ്പർഫിഷ്യൽ ആൻഡ് അറ്റാച്ച്ഡ് ടു ദ സൂപ്പർഫിഷ്യൽ സ്കിന്നാണ്. അപ്പോൾ നമ്മുടെ മുഖത്ത് നമ്മൾ എന്ത് ഭാവഭേദങ്ങൾ ഉണ്ടാക്കുമ്പോഴും, ചിരിക്കുകയാവട്ടെ, സംസാരിക്കുകയാവട്ടെ, അല്ലെങ്കിൽ മറ്റ് ഭാവപ്രകടനങ്ങൾ നടത്തുകയാവട്ടെ, ആ സമയങ്ങളിൽ ഈ മസിലുകൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ അതിന് ഏറ്റവും പുറമേയുള്ള ആവരണമായിട്ടുള്ള സ്കിന്നിൽ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണും, ചുളിവുകൾ രൂപപ്പെടും. പക്ഷേ നമ്മൾ ആ മസിലുകൾ റിലാക്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ ചുളിവ് പോവുകയും ചെയ്യും. എന്നാൽ കാലക്രമേണ ആ ചുളിവുകൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയും അത് കൂടുതൽ ആഴമുള്ളതായി അത് പെർമനൻ്റ് ആയി തീരുകയും ചെയ്യാം. അപ്പോൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ്
ബോട്ടുലിനം ടോക്സിൻ ഇഞ്ചെക്ഷൻ അഥവാ ബോട്ടോക്സ് ഇഞ്ചെക്ഷൻ. ഇത് ഒരു ടോക്സിനാണ്. ഇത് ഒരു ബാക്ടീരിയയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു ടോക്സിനാണ്. ഇത് നമ്മൾ ഈ മസിലുകളിലേക്ക് വളരെ കൃത്യമായ രീതിയിൽ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ആ മസിലുകൾ, നമ്മുടെ മുഖത്തുള്ള മാംസപേശികൾ റിലാക്സ്ഡ് ആവുന്നു. അത് കാരണം നമ്മൾ എത്ര തന്നെ പ്രകടനങ്ങൾ നടത്തിയാലും ഈ മാംസപേശികൾ ഒരു പരിധിയിൽ കൂടുതൽ കൺട്രാക്ട് ചെയ്യുന്നില്ല. അത് കാരണം അതിന് പുറമേയുള്ള സ്കിൻ ലെയറും സ്കിന്നിലും ഒരു പരിധിയിൽ കൂടുതൽ ചുളിവുകൾ രൂപപ്പെടില്ല. അപ്പോൾ ഇതൊരു ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, ഇത് ആക്ച്വലി ഒരു പ്രിവെൻഷനാണ്, പ്രതിരോധം കൂടിയാണ്. ഭാവിയിൽ കാലക്രമേണ ഈ ചുളിവുകൾ ആഴമേറിയതായി പെർമനൻ്റായി തീരുന്നതിനെ ഇതിന് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഇതൊരു സ്ഥിരമായുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി അല്ല. ഒരു 6 മാസം തൊട്ട് 1 വർഷം വരെ ഈ ഇഞ്ചക്ഷൻ്റെ എഫക്റ്റ് നിലനിൽക്കും. അത് കഴിയുമ്പോൾ ക്രമേണ ഈ മാംസപേശികൾ കൂടുതൽ ശക്തി ആർജിച്ചു വരും. അതുകൊണ്ട് തന്നെ 6 മാസം തൊട്ട് 1 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു തവണ കൂടെ ഇത് ചെയ്യേണ്ടി വരാം. പിന്നെ അതിൻ്റെ താഴെയുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞു, എപ്പിഡെർമിസ് എന്ന് പറയുന്ന പുറത്തെ ആവരണത്തിന് താഴെ ഡെർമിസ് എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. അതിലാണ് ഈ കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ ഫൈബറുകളുള്ളത്. പലതരത്തിലുള്ള എനർജി ബേസ്ഡ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മെഷീനുകൾ വെച്ചിട്ട് നമ്മൾക്ക് ഈ കൊളാജൻ്റെയും ഇലാസ്റ്റിൻ്റെയും പ്രൊഡക്ഷൻ കൂട്ടാൻ സാധിക്കും. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് മൈക്രോ നീഡ്ലിംഗ് റേഡിയോ ഫ്രീക്വൻസി ഡിവൈസസ്. ഈ റേഡിയോ ഫ്രീക്വൻസി രശ്മികൾ നമ്മുടെ ഈ ഡെർമിസിലേക്ക് എത്തിയാൽ അത് അവിടെയുള്ള കോശങ്ങൾ, ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ കോശങ്ങളിൽ നിന്ന് കൂടുതൽ ഈ കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ രൂപപ്പെടും. അപ്പോൾ അത് സ്കിന്നിനെ ഒന്നുകൂടെ ഫേം ആൻഡ് സപ്പിളാക്കാൻ സഹായിക്കും. അതുപോലുള്ള മറ്റൊരു ഡിവൈസാണ് ഹൈഫോ അഥവാ ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട്. ഇവിടെ ആ എനർജി സോഴ്സ് എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് രശ്മികളാണ്. പിന്നെ പലതരത്തിലുള്ള ലേസർ ട്രീറ്റ്മെൻറ്റുകളും ഇതേ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അത് ഫ്രാക്ഷണൽ CO2 ലേസർ, ഫ്രാക്ഷണൽ എർബിയം ഗ്ലാസ്, എർബിയം യാഗ് ലേസേഴ്സ്, ഇവയിലെല്ലാം ഈ ലേസർ രശ്മികളാണ് ഈ ഡെർമിസിൽ ചെന്നിട്ട് ഫൈബ്രോബ്ലാസ്റ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അവിടെ ആ കോശങ്ങളിൽ നിന്നും കൂടുതൽ കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ എന്ന് പറയുന്ന ആ പ്രോട്ടീനുകൾ നമ്മുടെ ഡെർമിസിനെ കൂടുതൽ ഫേം ആൻഡ് സപ്പിളാക്കി സ്കിന്നിനെ ഒന്നുകൂടെ സ്ട്രെച്ചി ആൻഡ് ഫേം ആക്കി വെക്കാൻ സഹായിക്കും.